ഖുർആൻ 9:5. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഫ്രോഡിന്റെ വാക്ക് നമുക്ക് കേൾക്കാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഖുർആൻ 9:5 വായിച്ചോളൂ. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, അതായത് ഹിന്ദുക്കളെയൊക്കെ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക. അള്ളാഹു തീർച്ചയായിട്ടും പൊറുക്കുന്നവനാണ്. ഇതാണ് ഇസ്ലാമിൽ ഖുർആനിൽ 9:5 എഴുതിയിരിക്കുന്നത്. ഇത് 9:5. ഇനി 9:28 വേണമെങ്കിൽ നമുക്കതും വായിച്ചു കളയാം. ഏതായാലും നമ്മൾ ഫ്രോഡ് അമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ച ഒരു ഇറങ്ങിയ ആളാണല്ലോ, അതുകൂടി നമുക്ക് വായിച്ചേക്കാം. 9:28 ഒന്ന് നമുക്ക് വായിക്കാം. വായിക്കല്ലേ? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പൊ അമ്മാവൻ പറയും, കോയ കേൾക്കും. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ അതെ നമ്മൾ വായിക്കുന്നു. അതായത് 9:29 വായിക്കാം. ഓക്കെ, 9:29. Fight those who do not believe in Allah and the last day, nor comply with that Allah and His Messenger have forbidden, nor embrace the religion of truth from among those who have given the scripture until they pay the tax, willingly submitting, fully humble. അതായത് കയ്യോടെ കീഴടങ്ങി കപ്പം കൊടുക്കുന്നത് വരേക്കും ഈ പറയുന്ന കാഫിറുകളുമായി നിങ്ങൾ യുദ്ധം ചെയ്തേക്കുക. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇനി വേണോ ആയത്തുകൾ ഇതേപോലെ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ഇതേപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുക. അങ്ങനെ ഈ കോയക്ക് ഇങ്ങനെ സ്പൂണിൽ കോരി തരുന്ന പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അങ്ങനെ കോയമാർക്ക് സ്പൂണിൽ കോരി തരേണ്ട ഗതികേട് എനിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇസ്ലാം കോമഡി ആയതുകൊണ്ട് ഞാനത് പറയുമ്പോൾ നാട്ടുകാർക്ക് കോമഡി ആയിട്ട് തോന്നുന്നു. എന്റെ കുഴപ്പമാവുന്നത് എങ്ങനെയാണ് കോയ? അത് നിങ്ങളൊന്ന് ക്ഷമിക്കോയ. എന്താണ് കോയ? അതാ പറയണത്. നിങ്ങളൊന്ന് ക്ഷമിക്കോയ. നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിക്കല്ലേ കോയ? ഓക്കെ, കോയ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് കോയ, മാമുക്കോയ കേട്ടിട്ടില്ലേ? ഞാനൊരു എക്സ് കോയയാണ്, കേട്ടിട്ടില്ലേ? ഇതിലെന്താ ലോജിക്ക്? ഈ ഇപ്പൊ കാഫിറുകളെ കൊല്ലാൻ പറഞ്ഞതിൽ ലോജിക്കില്ലായ്മ. അത് എന്റെ പ്രശ്നമാണ്. എങ്ങനെയാണ്? അത് ഖുറാനിൽ എഴുതിയ സാധനമല്ലേ? അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓ, ജനൻ ടിവിയിൽ എന്താ കണ്ടത്? ലേറ്റസ്റ്റ് എന്താ കണ്ടത് ഒന്ന് പറയൂ. എന്താ പറഞ്ഞേ? ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ്. അതുകൊണ്ട് ഇസ്ലാം ഒരു പേ പിടിച്ച മതമായതുകൊണ്ട് പേപ്പട്ടി മതം. ഇതൊക്കെ തന്നെ പ്രശ്നം. ഇപ്പൊ പഹൽഗാമിൽ മുണ്ടുപൊക്കി നോക്കിയത് ആരാണ്? ഏത് മതക്കാരാ? തീവ്രവാദികള് ചെയ്ത കാര്യം ഞാൻ ചോദിക്കണം, നല്ല മനുഷ്യന്മാരുടെ കാര്യം. ഒസാമ ബിൻ ലാദനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയെ കൊണ്ടുവരരുത്. ഓക്കെ, പഹൽഗാമില് ആ ടൂറിസ്റ്റുകളായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ മുണ്ടുപൊക്കി നോക്കി അവരെ കലിമ ചൊല്ലിച്ച ആളുകളുടെ മതം ഏതാണ്? അപ്പൊ അത് തണ്ടിത്തരം അവര് ചെയ്തത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യല്ലേ? അപ്പൊ ഗസ്വ ഹിന്ദ് ഇസ്ലാമിലുള്ളതല്ലേ? ഗസ്വ ഹിന്ദ് ഇസ്ലാമിലില്ലേ? അത് നിങ്ങളെ അറിയില്ല. അപ്പൊ കോയ പഠിച്ചിട്ടില്ല, ഇതാണ് പ്രശ്നം. അപ്പൊ ഏതായാലും അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കോയ സൗകര്യം പോലെ പോയിരുന്ന് കാണുക. ഓക്കെ, അപ്പൊ ശരി. കോമഡി എനിക്കൊന്നും ചെയ്യാനില്ല, ഇസ്ലാം കോമഡി ആയതുകൊണ്ടാണ്. അത് ഇസ്ലാമോ കോമഡിയ എന്നാണ് നമ്മളിപ്പോ പറയാറ് തന്നെ. ഓക്കെ, ഇസ്ലാമോ ഫോബിയ എന്നൊന്നും നമ്മളിപ്പോ പറയില്ല. ഇന്ന് ഇപ്പൊ ഇസ്ലാമിനെ കേൾക്കുമ്പോൾ ആളുകൾക്ക് കോമഡിയാണ്, പണ്ടായിരുന്നു പേടിയൊക്കെ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ക്ഷമിക്കുന്നു. കോയക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? മെഴുകലല്ലാതെ. ഓവർ വിശ്വാസം അല്ലെങ്കിൽ ദയവായിട്ട് എന്റെ ഒരു വലിയൊരു അഭ്യർത്ഥനയാണ്, ഇപ്പൊ പോണ പോലെ അങ്ങ് പോവാ. ഒരു കൈവതം നാറ്റിക്കരുത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇപ്പത്തെ നിങ്ങൾ ചോദിച്ചു ഫ്രോഡാണെന്ന് പറഞ്ഞു, ആയത്ത് തന്നു, ഫ്രോഡാണെന്ന് പറഞ്ഞു, ഹദീസ് തന്നു, എന്നിട്ട് നിങ്ങൾ തിരുത്തുന്നൊന്നുമില്ല. തിരുത്തണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല, നിങ്ങൾ സൗകര്യം പോലെ തിരുത്തിയാൽ മതി. പക്ഷേ നിങ്ങൾ ഈ ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നെക്കാൾ വലിയ ഫ്രോഡായിരുന്നു മുഹമ്മദ് നബി എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ പറയുന്ന എന്റെ ഈ ഫ്രോഡത്തരം എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഫ്രോഡിന്റെ വാക്കുകളാണ്. അല്ലാതെ ഞാൻ ഒന്നും എവിടുന്നും എന്റേതായിട്ട് ഞാൻ കട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല. അപ്പൊ അത് കോയ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഉള്ള ആ വിശ്വാസത്തിൽ നിലനിൽക്കുക. കൂടുതൽ പഠിച്ച് ഒന്നുകിൽ ജിഹാദിയാകും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആകും എന്ന് പറയുന്ന അവസ്ഥ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇനി അഥവാ പഠിക്കുകയാണെങ്കിൽ എക്സ് മുസ്ലിം ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം നിങ്ങൾ ആവേശം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പണ്ട് നിങ്ങളെ മാതിരി തന്നെ ഒരു അസൽ മദ്രസ ജീവിയായിട്ട് നടന്നിരുന്ന ആളാണല്ലോ നമ്മളും. അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ വാല് പൊക്കുന്നത് കാണുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. അപ്പൊ അതുകൊണ്ട് കോയയുടെ ആവേശം ഒന്ന് കുറയൂ. കോയ അമ്മാവൻ പറയും, കോയ കേൾക്കും. ഓക്കെ, കോയ, മിസ്റ്റർ കോയ, കോയ ഒന്ന് സമാധാനിക്ക്. കാര്യം പിടിയിട്ടില്ലേ? ഇനി എന്താ പ്രശ്നം?
നബി ചെയ്ത 2 കുറ്റം പറയും. മുഹമ്മദ് നബി അടിമയെ പൂശി, മുഹമ്മദ് നബി കൊള്ള നടത്തി. അത് ശരിയാ. ഏതടിമനെ? മാരിയത്തുൽ കിബിത്തിയ. മാരിയത്തുൽ കിബിത്തിയ. എന്ത് പക്ക ഫ്രോഡ് തന്നെ. മാരിയത്തുൽ കിബിത്തിയാനെ അറിയില്ലേ അപ്പൊ? അറിയാം. ആ അതാരാ? ആരാന്ന് പറയൂ. മാരിയത്തുൽ കിബിത്തിയ ആരാ? അധികം പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അത് പഠിക്കാതെ എങ്ങനെയാണ് ഈ ഫ്രോഡ് എന്ന് പറയുന്നത്? അപ്പൊ മുഹമ്മദ് നബി എന്നേക്കാൾ വലിയ ഫ്രോഡല്ലേ? അല്ല. എങ്ങനെ? മാരിയത്തുൽ കിബിത്തിയ ആരാന്ന് പറയൂ. നബിന്റെ ഒരു ഫാമിലി മോളാ? നിങ്ങളാണ് കേട്ടോ ഫ്രോഡ് ഇങ്ങനെ പറയണെങ്കിൽ. മാരിയത്തുൽ കിബിത്തിയ ആരാണ്? നിങ്ങൾ പറയേ. നിങ്ങളല്ല ഇസ്ലാമിനെ എന്നെ ഫ്രോഡാണെന്ന് അളക്കാൻ വന്ന നിങ്ങൾ പറയൂ. എന്ത് നിങ്ങൾ പഠിച്ച വിവരം വെച്ചിട്ട് പറയും. മാരിയത്തുൽ കിബിത്തിയ ആരാണ്? പറ. ലൈഫ് ലൈൻ വേണോ? ലൈഫ് ലൈൻ ഓപ്ഷൻസ് തരണോ? ഭാര്യ, മകൾ, അടിമ, വെപ്പാട്ടി. ഭാര്യ, വെപ്പാട്ടി, അടിമ, മകൾ. ഇതിലാരാണ്? ഇത് വൃത്തികേടല്ല. മുഹമ്മദ് നബിയുടെ ഭാര്യമാരുടെ ലിസ്റ്റ് അപ്പം ഞാൻ തരാം. ബദർ യുദ്ധത്തിൽ മരിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിയതാണ്. അതിന്റെ പ്രശ്നം. മാരിയത്തുൽ കിബിത്തിയുടെ കാര്യം ആദ്യം പറയും. ഇതിങ്ങനെ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ മണി 12 മണിയായി. എനിക്ക് കിടന്ന് ഉറങ്ങണം. നിങ്ങളുടെ ഈ കോയ മണ്ടത്തരത്തിന്റെ പിന്നാലെ നമ്മളുടെ ദിവസം പാഴാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയും മാരിയത്തുൽ കിബിത്തിയ ആരാണ്? മാരിയത്തുൽ കിബിത്തിയ ആരാന്ന് പറയും. എനിക്ക് സംഭവം അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നിങ്ങൾ എന്നെ ഈ ഫ്രോഡ് എന്ന് വിളിക്കണേ? ബദർ അവിടെ നിൽക്കട്ടെ. മാരിയത്തുൽ കിബിത്തിയ ആരാന്ന് ആദ്യം പറയും. അറിയില്ല. മാരിയത്തുൽ കിബിത്തിയ അടിമ പെണ്ണായിരുന്നു. പച്ചനോണയോടെ എങ്ങനെയാണ്? ഒരു സൂറത്തിന്റെ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഈ ഒരു മാരിയത്തുൽ കിബിത്തിയുടെ പേരിലാണ്. അതെന്താ ആ സന്ദർഭം എന്നറിയോ? എന്താണെന്നറിയോ ആ സന്ദർഭം? മാരിയത്തുൽ കിബിത്തിയ നടത്തിയിട്ട് നമുക്ക് തൽക്കാലം ഈ പരിപാടി ഇവിടെ അവസാനം. മാരിയത്തുൽ കിബിത്തിയെ കുറിച്ച് ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഉസ്താദ് പറയണേ ഞങ്ങൾ കേൾപ്പിച്ചോളെ. എന്ത് പറയുന്നു ഉസ്താദ് പറയുന്നത്? നമുക്ക് കേൾക്കാം. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ വീഡിയോ ഒന്ന് എടുത്താളട്ടെ. ഓക്കെ, ഒറ്റ സെക്കൻഡ്. എവിടെ പോയി? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.